സർക്കാർ താൽക്കാലിക നിയമനങ്ങളാണിപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അക്കൗണ്ടൻറ്റ് നിയമനങ്ങളുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഭാഗമായി ഇരിക്കൂർ ബ്ലോക്കിലാണ് അക്കൗണ്ടൻറ്റ് നിയമനം. ബികോം ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള കഴിവാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടാകും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓരോ ജോലിയുടെയും വിളിച്ചന്വേഷിക്കാനുള്ള ഫോൺ നമ്പർ ഇതിന് ചുവടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിച്ചു നോക്കാം. മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ. പിന്നെ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട്. പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ റെസിഡൻറ്റ് നിയമനമുണ്ട്. ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കാണ് നിയമിക്കുന്നത്. പ്രധാന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, MBBS, 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ്, TCMC ഓർ KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെയാണ് ക്വാളിഫിക്കേഷൻ. പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒഴിവുകളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലാണ് 32,000 രൂപയ്ക്കും സാലറി ആയിട്ട് വരിക. ബിരുദാനന്തര ബിരുദമാണ്. പബ്ലിക് ഹെൽത്തിലുള്ള അതാണ് ക്വാളിഫിക്കേഷൻ. അടുത്തത് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖാന്തരം പെരിന്തൽമണ്ണ ബ്ലോക്കിലാണ് അക്കൗണ്ടൻറ്റ് നിയമനമാണ്. ടാലി കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അസാപ്പിൽ ട്രെയിനർ ചോദിക്കുന്നുണ്ട്. BCom, MCom, MBA, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത്. കൂടാതെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിർത്താഡ്സിലാണ് റിസർച്ച് അസിസ്റ്റൻ്റ് ഒഴിവ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മിഷൻ കോർഡിനേറ്റർ ഒഴിവുകളാണ്. MSW കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർ MBA മാർക്കറ്റിംഗ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്ന നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിച്ച് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും.